ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിമാസ് റെസിപ്പി. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ റെസിപ്പിയാണ്. ഇത് കുക്കിങ്ങിന് വേണ്ടി മാത്രമല്ല, നമുക്ക് നല്ലൊരു സ്കിൻ കെയർ ആയിട്ടും ഹെയർ കെയർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 5 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ്. ഈ തേങ്ങാപ്പാൽ നന്നായി അടച്ച് നമുക്കൊരു 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വയ്ക്കേണ്ടത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളം മുഴുവനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള ഒരു ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ കട്ടിയുള്ള ലെയർ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ കട്ടിയുള്ള ലെയർ മുഴുവനും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നന്നായി വേവിച്ചെടുക്കാം. കുറച്ച് വലിയ പാത്രം വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം നമ്മുടെ ദേഹത്ത് തെറിക്കും. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായി ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ പാല് പിരിഞ്ഞതുപോലെ തോന്നാം, പക്ഷെ കുഴപ്പമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറും മാറും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇനി നമുക്കിതിനകത്തുള്ള തേങ്ങ കോരി മാറ്റാം. ഇനി ഒരു കോട്ടൺ തുണി എടുത്ത് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഈ എണ്ണയൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറായിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുക്കാൻ ഏകദേശം 20 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.